മാം, ഗർഭിണികൾ ചെയ്യുന്ന സ്കാൻ കുഞ്ഞിന് സേഫ് ആണോ? തീർച്ചയായിട്ടും നീ ചോദിച്ച പോലെയുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ OP-യിൽ എപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒന്നാണ്. അവരെപ്പോഴും ചോദിക്കും, ഡോക്ടറെ ആദ്യമൊന്നും സ്കാൻ ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പൊ തുടങ്ങിയ ഒരു ടെസ്റ്റ് അല്ലേ അത് കുഞ്ഞിന് സുരക്ഷിതമാണോ, അത് സ്കാൻ ചെയ്യാൻ പാടുണ്ടോ? തീർച്ചയായിട്ടും സ്കാനിംഗ് എന്ന് പറയുന്നത് സൗണ്ട് വേവ് ആണ്. അത് 100% കുഞ്ഞിനും അമ്മയ്ക്കും സുരക്ഷിതമാണ്. ഒരു എക്സ്റേ എടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു CT സ്കാൻ ചെയ്യുന്നത് പോലെയോ ഒരു റേഡിയേഷൻ സ്കാനിങ്ങിൽ ഇല്ല. അതുകൊണ്ട് തന്നെ 100% നമുക്ക് സ്കാനിങ് സുരക്ഷിതമാണ്. കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീർച്ചയായിട്ടും സ്കാനിങ് വഴി നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യൻ ലോ പ്രകാരം PNDTA ആക്ട് എന്ന് പറയുന്ന ഒരു ഇന്ത്യയിൽ നിലവിലുണ്ട്. അത് പ്രകാരം ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ ഫീമെയിൽ ഫീറ്റിസൈഡ്സ് കൂടുതലായിട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് ആണാണോ പെണ്ണാണോ എന്ന് ഒരു രീതിയിലും ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ജനറ്റിക് ടെസ്റ്റ് മൂലമോ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അത് ഇന്ത്യൻ ലോക്ക് എതിരാണ്. മറ്റു രാജ്യങ്ങളിൽ ഇത് അലൗഡ് ആണ്. UK, US അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ്, ദുബായ്, അവിടെയെല്ലാം സെക്സ് പറഞ്ഞു കൊടുക്കും. നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മളോട് ഇങ്ങോട്ട് പറയാറുണ്ട്. ഈവൻ റിട്ടേൺ പ്രിസ്ക്രിപ്ഷനിലായിട്ട് പോലും നമ്മൾ കാണാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അബോർഷന് സാധ്യത കുറവാണ്. മെഡിസിനും കാര്യങ്ങളും അത് അവിടെ ലോ സ്ട്രിക്റ്റ് ആണ്. ചെയ്യുന്നതിന് ഹോസ്പിറ്റലിലാണെങ്കിലും ഒരു ഡോക്ടർക്കാണെങ്കിലും ലോ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഈ ഫീമെയിൽ ഫീറ്റിസൈഡ് അല്ലെങ്കിൽ സെലക്റ്റീവ് ബേബി എന്നുള്ള ഒരു ഓപ്ഷൻ കുറെ രാജ്യങ്ങളിൽ ചെയ്യുന്നില്ല. നമുക്കും സ്കാൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്കും മനസ്സിലാവാറുണ്ട്, പക്ഷെ ഡിസ്ക്ലോസ് ചെയ്യാറില്ല. സാധാരണയായി അപ്പോൾ എത്ര സ്കാനാണ് ഗർഭിണിക്ക് ചെയ്യാറ്? 3 to 4 ടൈംസ് നമ്മൾ സ്കാൻ ചെയ്യാറ്. 3-4 തവണയാണ് സ്കാൻ ചെയ്യാൻ യൂഷ്വലി നമ്മൾ ഒരു ഗർഭിണിയോട്, സാധാരണ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഗർഭിണികളോട് പറയാം. അത് പലപ്പോഴും പക്ഷേ അത് വേരി ചെയ്യാം, വ്യത്യാസം വരാം. അപ്പോൾ ഹൈ റിസ്ക് പ്രഗ്നൻസിക്കാരോട് നമ്മൾ ചിലപ്പോൾ വീണ്ടും വീണ്ടും സ്കാൻ ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. പൊതുവെ സ്കാൻ ചെയ്യുന്നത് 3-4 തവണ പറഞ്ഞല്ലോ. അതിൽ ഏർലി സ്കാൻ പറയുന്ന ഒരു സ്കാൻ ഉണ്ട്. ചെയ്യുന്നത് നമ്മൾ 6 to 9 വീക്സിൽ. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന്റെ പൊസിഷൻ അറിയാം, ഹാർട്ട് ബീറ്റ് അറിയാം, ഗർഭപാത്രത്തിൽ തന്നെയാണോ അതോ ട്യൂബിലെങ്ങാനുമാണോ. കാരണം ഒരു ഗർഭം ട്യൂബിലായി കഴിഞ്ഞാൽ അത് മദറിന്റെ ജീവന് വരെ ആപത്തുള്ളതാണ്. അത് എത്ര നേരത്തെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നതോ കണ്ടുപിടിക്കുന്നോ അത്ര നേരം അതിന്റെ എമർജൻസി സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാം. എത്ര നമ്പർ ഓഫ് കിഡ്സ്, കുട്ടികൾ എത്രയുണ്ട്. എല്ലാവരും ചോദിച്ചു ഡോക്ടറെ ട്വിൻസ് ആണ് അല്ലേ, നമുക്കൊരു ആകാംക്ഷയുള്ള ഒരു ഇതാണ്. ആദ്യ മാസങ്ങളിൽ ട്വിൻസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് കിഡ്സ്, അവരുടെ ട്വിൻസ് തന്നെ പല പല രീതിയിലുണ്ട്. അത് ഏത് തരത്തിലുള്ള ട്വിൻസ് ആണ് ഇതൊക്കെ അറിയൽ ആദ്യ മാസങ്ങളിലെ സ്കാനാണ്. ഇതിന് ഏർലി സ്കാൻ എന്നും പറയും. അതുപോലെ തന്നെ നമുക്ക് വയബിലിറ്റി സ്കാൻ എന്ന് പറയും, ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയും. കാരണം കൃത്യമല്ലാത്ത ആർത്തവമുള്ളവർ, പീരീഡ് ഒന്നും കൃത്യമല്ലാത്ത ഒരാൾക്ക് ആദ്യ മാസങ്ങളിലെ പ്രസവത്തിന്റെ ഡേറ്റ് തീരുമാനിക്കുന്നത്. ഒരിക്കലും 5-ാം മാസത്തിലെയോ അല്ലെങ്കിൽ 9-ാം മാസത്തിലെയോ സ്കാനിങ് അല്ല ഒരു പ്രഗ്നൻസിയുടെ ഡെലിവറി ഡേറ്റ് തീരുമാനിക്കുന്നത്. അത് ഫസ്റ്റിലുള്ള ഏർലി സ്കാൻ അല്ലെങ്കിൽ ഡേറ്റിംഗ് സ്കാൻ ആണ്. അതുകൊണ്ട് തന്നെ ഡേറ്റിംഗ് സ്കാൻ ഇമ്പോർട്ടൻ്റ്. അടുത്തത് വരുന്നത് NT സ്കാൻ പറയും, ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി അല്ലെങ്കിൽ നേസൽ ബോണൊക്കെ നോക്കാനുള്ള. ഇത് പ്രധാനമായിട്ടും ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞിന് ജനിതക അനോമലികൾ, ക്രോമസോമൽ അനോമലി, ഡൗൺ സിൻഡ്രോം പോലെയുള്ള ജനിതക അനോമലികൾ ട്രീറ്റ്മെന്റ് ഇല്ലാതെ കൊണ്ട് തന്നെ അതിനെ ഡിറ്റക്ട് ചെയ്യലും നമുക്ക് പാരന്റ്സ് കൺവിൻസ് ചെയ്ത് അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കാനുള്ളത് സമയം എന്നുള്ള രീതിയിൽ 11 to 13 weeks 6 days ഇതിന്റെ ഉള്ളിലാണ് ചെയ്യുന്നത്. മേജർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കാൻ എന്ന് പറഞ്ഞാൽ 5th മന്തിലെ സ്കാനാണ്. 5th മന്തിലെ സ്കാനിങ് അനോമലി സ്കാനിങ്ങിന്റെ ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ജീവന് ആപത്തുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. അവരുടെ ഹാർട്ട്, കിഡ്നി, ലിവർ ഇതിനൊക്കെ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, മുച്ചറി, ഫേസിനുള്ള ഡിഫറൻസുകൾ, ഇതൊക്കെ കണ്ടെത്താൻ നമുക്ക് 5-ാം മാസത്തിലെ സ്കാനിങ് ആണ് ഉപകാരപ്പെടുന്നത്. 5-ാം മാസത്തിലെ സ്കാനിങ് ചിലപ്പോൾ നമുക്ക് ഒരു 18-20 ആഴ്ചയിലാണ് ചെയ്യുന്നതെങ്കിലും ചിലപ്പോൾ നമ്മളത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ പറയാറുണ്ട്. നമ്മൾ 24 വീക്സിൽ. കാരണം ഹാർട്ടിന്റെ ഫംഗ്ഷൻ കാണാൻ ശരിയായ സമയം എന്ന് പറയുന്നത് 24 to 26 വീക്സ് ആണ്. ഒരു ഗർഭകാലം എന്ന് പറയുന്നത് 40 ആഴ്ച. ആ 24-26 വീക്സിലാണ് ഹാർട്ട് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത്. അടുത്ത സ്കാനിങ് ഗ്രോത്ത് സ്കാൻ ആണ്. 28 to 32 വീക്സിൽ ഗ്രോത്ത് സ്കാൻ ചെയ്യും. 36-37 വീക്സിലാവുമ്പോൾ നമുക്ക് ഗ്രോത്ത് പ്ലസ് ഡോപ്ലർ. ഡോപ്ലർ എന്തിനാന്ന് വെച്ചാൽ കുഞ്ഞിലേക്കുള്ള രക്തോട്ടം കൂടി നോക്കാൻ, വെള്ളം നോക്കാൻ, പൊസിഷൻ നോക്കാൻ, വെയിറ്റ് നോക്കാൻ, ഇതിനു വേണ്ടിയൊക്കെയാണ് 9-ാം മാസത്തിലെ സ്കാൻ ചെയ്യുന്നത്.